അപ്രതീക്ഷിതമായി ധനഭാഗ്യം എന്നുള്ളതിൽ ബമ്പർ സമ്മാനം പോലുള്ളതൊക്കെ ഇല്ലേ, ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിന് നല്ലതാണ്, അർഹരാവുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ ഈ ഒരു മഹാമന്ത്രത്തെ ജപിക്കുക. ഇതൊക്കെ ദാമ്പത്യം മദനാലോകധിഷണം ഭാര്യാഭർത്തൃ സമാഗമെന്നാണ്. ഇങ്ങനെ. നമസ്കാരം, ശ്രീനാഥ് ഹമ്പൂരിയാണ്. ഓഗസ്റ്റ് 23 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലെ വാരഫലം എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ചന്ദ്രന്റെ സഞ്ചാരം അല്ലാതെ മറ്റ് ഗ്രഹങ്ങളുടെ സഞ്ചാരമൊന്നും ഈ ഒരു വാരത്തിൽ കാണാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ തന്നെയും ചിങ്ങമാസം പിറന്നതോടുകൂടി എല്ലാവരുടെ ജീവിതത്തിലേക്കും ഐശ്വര്യം വരണു എന്നുള്ളതിൽ തർക്കില്ല. അനവധി ആൾക്കാരുടെ ജീവിതത്തിലാണ് വളരെയധികം മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ വ്യാഴത്തിന്റെ ഒരു മാറ്റവും അതോടൊപ്പം തന്നെ ശനിയുടെ വക്രസഞ്ചാരവും ഇപ്പൊ കുറച്ച് ദിവസങ്ങളിലായിട്ടുള്ള വ്യാഴത്തിന്റെ പൂർണ്ണ ഉച്ചസ്ഥിതിയും ഒക്കെ വളരെയധികം ഈശ്വരാധീനത്തെയാണ് മനുഷ്യ ജീവിതത്തിൽ കാണിക്കാൻ വേണ്ടി സാധിക്കുക. അത്തരത്തിലുള്ള ഈ ഒരു ഈശ്വരാധീനം ഈ ഒരു വാരത്തിൽ എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാലടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ 3-ാം ഭാവത്തിൽ ചൊവ്വയും അതോടൊപ്പം തന്നെ 12-ാം ഭാവത്തിൽ ശനിയും 4-ാം ഭാവത്തിൽ വ്യാഴവും സഞ്ചരിക്കുക. 5-ാം ഭാവത്തിലാകട്ടെ ആദിത്യനും ബുധനും ഒക്കെ സ്ഥിതി ചെയ്യുന്ന വളരെയധികം ഈശ്വരാധീനം കാണുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് മാനസികമായ വളരെയധികം സന്തോഷത്തോടു കൂടി നീങ്ങുന്ന ഒരു വാരമാണ്. സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. അതോടൊപ്പം തന്നെ അകാരണമായ അശ്രദ്ധ കൊണ്ടുണ്ടാവുന്ന ധനനഷ്ടങ്ങൾ കുറഞ്ഞിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാരം വളരെ മെച്ചപ്പെട്ടതും കഴിഞ്ഞ വാരങ്ങളിലുള്ളത് പോലെ തന്നെ ഈശ്വരാധീനത്തിന്റെ ഒരു അനുകൂല സ്ഥിതി നിങ്ങളിൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ ഒരു സ്വസ്ഥതയുണ്ടാവും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം മാറ്റങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഒരു മേടക്കൂറുകാർക്ക് 3-ാം ഭാവനാഥനായ ഈ ബുധൻ 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുക, ബുദ്ധിസ്ഥാനത്ത് സ്ഥിതി ചെയ്യണു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ഈശ്വരാധീനം പഠന വിഷയങ്ങളിൽ ഉപരിപഠനങ്ങൾക്കായിട്ടും മറ്റുമൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയെങ്കിൽ കർമ്മ മേഖലയിൽ പെട്ടിട്ടുള്ളവർക്ക് നിത്യ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂല സ്ഥിതിയാണ്. കർമ്മരാശിനാഥനായ ഈ ഒരു ശനിയുടെ വക്രസഞ്ചാരം വളരെയധികം കർമ്മ മേഖലയിൽ ക്ലേശങ്ങൾ മാറ്റിത്തരും എന്നുള്ളതിൽ തർക്കില്ല. അകാരണമായ അശ്രദ്ധ കൊണ്ടുള്ള ധനനഷ്ടങ്ങളും നിങ്ങൾക്ക് കുറഞ്ഞിരിക്കുന്ന ഒരു വാരമാണ്. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ അപൂർവമായ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ ഒരു നീചഭംഗ രാജയോഗം നടക്കുന്ന ശുക്രന്റെ അനുകൂല സ്ഥിതിയാണ് അതിന് കാരണം. അതുകൊണ്ട് തന്നെ ക്ലേശങ്ങൾ, പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിൽ ദാമ്പത്യ ക്ലേശങ്ങൾ അനുഭവിച്ചവരും ഒക്കെ വിട്ടുമാറുന്ന, ആ ക്ലേശങ്ങൾ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക. ശനിക്ഷേത്ര ദർശനം ചെയ്യുക, അതോടൊപ്പം തന്നെ ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതും മറ്റും വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് ഈ ഒരു വാരത്തില് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക. കാരണം നമുക്കറിയാം ഇപ്പോൾ തിരുവോണം വരാൻ വേണ്ടി പോവുകയാണ്. അത്തരത്തിലുള്ള ഈ തിരുവോണ നാളുകളിൽ വളരെയധികം ദൈവീകമായ അനുകൂലങ്ങൾ ചേർന്ന് വരാൻ വളരെയധികം സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് മേടക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ. അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിൽ വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും വിദേശത്തുള്ളവർക്കും വളരെയധികം മാറ്റങ്ങൾ, ജോലിപരമായ ക്ലേശങ്ങൾ വിട്ടുമാറുക, യാത്രാപരമായ ക്ലേശങ്ങളൊക്കെ വിട്ടുമാറുന്നതും ഒക്കെയുള്ള ഒരു അനുകൂല സ്ഥിതിയാണ്. ആരോഗ്യപരമായ കാര്യത്തിൽ ഈ 3-ാം ഭാവത്തിലെ ചൊവ്വയും അതോടൊപ്പം തന്നെ ഈ ഒരു ചൊവ്വയുടെ സ്ഥിതിയാണ് അധികം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് അസുഖങ്ങൾ അശ്രദ്ധ കൊണ്ടും പിന്നെ രോഗം നിർണയിക്കാൻ സാധിക്കാത്ത കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരാണ് ഈ മേടക്കൂറുകാർക്ക്. അതോടൊപ്പം തന്നെ അശ്രദ്ധയാണ് അതിൽ പ്രത്യേകിച്ച് നോക്കേണ്ടത്. ഈ രോഗകാരകനും കൂടിയായ ചൊവ്വ ഈ ഒരു 3-ാം ഭാവത്തിൽ രാശിനാഥനും കൂടിയായി സ്ഥിതി ചെയ്യുമ്പോൾ ലേശം ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന കാരണമാണ്. പ്രത്യേകിച്ച് രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ, സന്ധിവേദനകളാകട്ടെ അത്തരത്തിലുള്ള ക്ലേശങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് ഈ ഒരു വാരത്തിൽ മേടക്കൂറുകാർക്ക്. ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്, ക്ലേശങ്ങൾ മാറിക്കിട്ടാൻ ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കാർത്തിക മുക്കാല് രോഹിണി മകീരത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ രാശിനാഥനായ ശുക്രൻ 5-ാം ഭാവത്തിൽ നീചഭംഗ രാജയോഗത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഒരു അപ്രതീക്ഷിതമായ ഭാഗ്യം നിങ്ങളിലേക്ക് ഉണ്ടാവാം. നഷ്ടപ്പെട്ടു പോയ പലതും നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കിയാൽ നിന്ന് ഇടവക്കൂറുകാർ. അതോടൊപ്പം തന്നെ ധനപരമായി പുരോഗതി ഉണ്ടാവും. സാമ്പത്തികമായിട്ട് സാഹസികമായ ജോലി ചെയ്യുന്നവരും അതോടൊപ്പം തന്നെ ഭൂമി ഇടപാടുകളിൽ പെട്ടിട്ടുള്ളവരും ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചും വളരെ അനുകൂല സ്ഥിതിയാണ്. വാഹനാദിലഭ്യം
അതോടൊപ്പം തന്നെ ആഭരണാദി വസ്ത്രലാഭമുള്ള ഒരു വാരമാണ്. അതോടൊപ്പം തന്നെ വിദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചും വളരെ അനുകൂല സ്ഥിതിയാണ്. പ്രത്യേകിച്ച് ഈ രാശിനാഥനായ ഈ ശുക്രന്റെ സ്ഥിതിയും അതോടൊപ്പം തന്നെ ഏഴാം ഭാവനാഥനായ ചൊവ്വയാണ് വളരെ അനുകൂല സ്ഥിതിയിലായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പഠനം പൂർത്തിയായവർക്ക് വിദേശത്ത് ജോലി കരസ്ഥമാകുന്നതിന് ഏറ്റവും അനുകൂലപ്പെട്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക പുരോഗതി എല്ലാ കൂട്ടർക്കും ഈ ഇടവക്കൂറുകാർക്ക് കിട്ടുന്നതാണ്. അതിലുപരിയായി അപ്രതീക്ഷിതമായ ധനഭാഗ്യം, സ്വത്ത് ലാഭങ്ങളൊക്കെയുള്ള ഒരു വാരമാണ്. അതുകൊണ്ട് തന്നെ ഈ ബമ്പർ പോലുള്ള ലോട്ടറി പോലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാം ഇടവക്കൂറുകാർ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂല സ്ഥിതി തന്നെയാണ്. കർമ്മ മേഖലയിലും വളരെ അനുകൂല സ്ഥിതിയാണ്. നിത്യ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂല സ്ഥിതിയാണ്. വാഹനാദി ലാഭം, വാഹനത്തിന്റെ ക്ലേശങ്ങൾ തീർന്നു കിട്ടുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ സൽസന്താന ഭാഗ്യം ഉണ്ടാവുന്ന ഒരു വാരമായിട്ടാണ്. സത്സന്താനങ്ങൾക്ക് ഉണ്ടാവാനും സന്താനങ്ങളിൽ നിന്നുള്ള ഒരു അനുകൂല സ്ഥിതി ഉണ്ടാവാനുള്ള ഒരു വാരമായിട്ട് മനസ്സിലാക്കുക. അനാരോഗ്യ സ്ഥിതി മെച്ചപ്പെട്ടു വരുന്നതാണ് മധ്യവയസ്സിന് മുകളിലുള്ളവരെ സംബന്ധിച്ച്, ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ശിരോരോഗം ആവട്ടെ, രക്ത സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളൊക്കെ കുറഞ്ഞു വന്ന് വളരെ ആരോഗ്യം തിരിച്ചു കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാം ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. വിവാഹ ദാമ്പത്യ ക്ലേശങ്ങൾ വിട്ടുമാറും. ദാമ്പത്യ പ്രണയ ജീവിതത്തിലേക്ക് കടക്കുന്നവരും അനവധിയായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു വാരമാണ്. ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തുന്നതും അതോടൊപ്പം തന്നെ ശിവക്ഷേത്ര ദർശനം തിങ്കളാഴ്ച ദിവസം നടത്തുന്നത് വളരെയധികം നല്ലതാണ്. ഇടവക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാർ അത്തരത്തിൽ ഈ ഒരു വാരം വളരെയധികം ഈശ്വരാധീനത്തോടു കൂടി ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. മകീരം, തിരുവാതിര, ഉണർന്ന നക്ഷത്രങ്ങൾ അടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് മിഥുനക്കൂറിൽ രാശിനാഥനായ ബുധൻ 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. 2-ാം ഭാവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴം വളരെയധികം അനുകൂല സ്ഥിതിയാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് അവരുടെ സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. പലയിടത്തു നിന്നും തടഞ്ഞു വെച്ചിട്ടുള്ള സമ്പത്തുകൾ അവരിലേക്ക് എത്തിപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. കുറേ നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം അവർക്ക് അർഹതപ്പെട്ടത് കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങൾ തീരും. അകാരണമായി ഭൂമി സംബന്ധപ്പെട്ടും ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങൾ കുറേ നാളുകളായിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു അയവ് വരുന്നതും ക്ലേശങ്ങൾ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമായിട്ടാണ് മിഥുനക്കൂറുകാർക്ക് മനസ്സിലാക്കുക. അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് വളരെ മികച്ച ഒരു കാലഘട്ടമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠനത്തിന് പറ്റിയ ഒരു അനുകൂല സ്ഥിതിയാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന വിഷയങ്ങളിൽ വളരെ ഏകാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. അതിലൊക്കെ ഉപരി ദാമ്പത്യ പ്രണയ ജീവിതത്തിലെ ക്ലേശങ്ങൾ വിട്ടുമാറുമെന്നും ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നവർ ധാരാളം ഉണ്ടാവും എന്ന് ആ 2-ാം ഭാവത്തിലെ വ്യാഴം നമുക്കൊരു ഉറപ്പ് തരികയാണ്. അതുകൊണ്ട് തന്നെ വിവാഹ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം അത്ഭുതങ്ങൾ, ദാമ്പത്യം മദനാലോകധിഷണം ഭാര്യാഭർത്തൃ സമാഗമെന്നാണ്. ഇങ്ങനെ ജീവിതത്തിൽ അതിനുള്ള ഒരു അർഹത വരുന്ന ഒരു കാലഘട്ടമാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കരസ്ഥമാവാനുള്ള ഒരു വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം ഉന്മേഷവാന്മാരായിട്ട്, പ്രത്യേകിച്ച് ഈ രാശിനാഥനായ ബുധൻ 3-ാം ഭാവത്തിൽ ആദിത്യനോടുകൂടി സ്ഥിതി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ലേശം ക്ലേശങ്ങളും അലസതയൊക്കെ ഉണ്ടാവാൻ ചെറിയ കുട്ടികൾക്കൊക്കെ നോക്കി വന്നാൽ, എങ്കിൽ തന്നെയും ഭൂരിപക്ഷമായിട്ട് വിദ്യാർത്ഥികളിൽ വളരെയധികം അനുകൂല സ്ഥിതിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ കർമ്മ മേഖലയിലും ഈ മിഥുനക്കൂറുകാർക്ക് വളരെയധികം അനുകൂല സ്ഥിതിയാണ്. കർമ്മ മേഖലയിൽ ജോലി കാര്യങ്ങളിലോ ഉയർച്ചയുണ്ടാവുന്നതും ജോലി കയറ്റത്തിനുള്ള സാധ്യതകളും, പ്രത്യേകിച്ച് ഈ സാഹസിക ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ളവർ, പലതരത്തിലുള്ള വളരെയധികം റിസ്ക് പിടിച്ചിട്ടുള്ള ജോലികൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ വളരെ മെച്ചപ്പെട്ട ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. ഈ ഒരു വാരത്തിൽ മിഥുനക്കൂറുകാർക്ക് ചേർത്ത് വെക്കാൻ സാധിക്കുക. അതോടൊപ്പം ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും നൽകും. പുണർദം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ അടങ്ങുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് കർക്കിടകക്കൂറുകാർക്ക് വളരെയധികം ഈശ്വരാധീനം ഉള്ള കാലഘട്ടമാണ് അറിയാം. പ്രത്യേകിച്ച് ഈ വ്യാഴം വളരെയധികം അനുകൂല സ്ഥിതി വന്നു കഴിഞ്ഞു ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട്. അതുകൊണ്ട് തന്നെ കുറേ വർഷങ്ങൾ, ഏതാണ്ട്
5-6ഓളം വർഷങ്ങളിലായിട്ടുള്ള ക്ലേശങ്ങളാണ് വിട്ടുമാറാൻ പോകുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവുന്ന ആൾക്കാരാണ് കർക്കിടകൂറുകാർ. അമിതമായ സമ്പത്ത് അവർക്ക് വന്നു ചേരും. അതോടൊപ്പം തന്നെ അനവധി കാലങ്ങളായിട്ടുള്ള കടബാധ്യതകളും മറ്റും വിട്ടുമാറുന്നതും പലതരത്തിലുള്ള ക്ലേശബാധ്യതകൾ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമാണ്. ഭൂമി സംബന്ധപ്പെട്ട ഇടപാടുകളാവട്ടെ, കുടുംബ സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങളാവട്ടെ, മാനസിക ക്ലേശങ്ങൾ, ഇതൊക്കെ തന്നും മാറ്റം വരുന്ന ഒരു കാലഘട്ടമാണ് ഈ കർക്കിടകൂറുകാരെ സംബന്ധിച്ച്. വളരെയധികം ഈശ്വരാധീനം അവർക്കുണ്ടാകും. അതോടൊപ്പം 2ാം ഭാവത്തിലുള്ള ഈ ആദിത്യൻ്റെയും ബുധൻ്റെയും സ്ഥിതി എന്നുള്ളത് വിദ്യാഭ്യാസ കാര്യത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന അനവധി പടവുകൾ അവർക്ക് കാണാൻ സാധിക്കും. അനവധി തരത്തിലുള്ള ഉയർച്ചകൾ അവരുടെ ജീവിതത്തിൽ വിദ്യാർത്ഥികൾക്ക് വരുന്ന ഒരു കാലഘട്ടമാണ്. ഉപരിപഠനങ്ങളിലായിട്ടും അതോടൊപ്പം വിദേശ സഞ്ചാരങ്ങൾക്കായിട്ടൊക്കെ അർഹരാകുന്ന ഒരു കാലഘട്ടമാണ്. കർമ്മ മേഖലയിലാണ് പിന്നീട് ഈ ഒരു കർക്കിടകൂറുകാർ അപ്രതീക്ഷിതമായി വിചാരിക്കാത്ത ഒരു ഉയർച്ച ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അപ്രതീക്ഷിതമായി വിദേശ യാത്രകൾ വേണ്ടി വരും. കർമ്മമേഖലയിൽ ഉയർച്ച, ഇതുവരെ ഇല്ലാത്തതായ ഒരു ഉണർവ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു വാരമാണ് ഇത്. അതോടൊപ്പം തന്നെ വിവാഹ ദാമ്പത്യ ക്ലേശങ്ങൾ വിട്ടുമാറും കർക്കിടകൂറുകാർക്ക്, യാതൊരു സംശയവുമില്ല. കുറേ നാളുകളായിട്ട് വിവാഹിതരായിട്ട് പോലും അനുകൂല സ്ഥിതി, മനസമാധാനമില്ലാത്ത കൂട്ടർക്ക് പോലും അനാരോഗ്യ സ്ഥിതി വിട്ട് ആരോഗ്യമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തെ കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനൊക്കെ വളരെ അനുകൂല സ്ഥിതിക്ക് കാരണം ഈ ഒരു വ്യാഴത്തിൻ്റെ സ്ഥിതിയും ഈ ഒരു ശനിയുടെ അനിഷ്ടസ്ഥിതി കുറച്ച് കുറഞ്ഞു എന്നുള്ളതാണ്. ഈ വക്രസഞ്ചാരം വരുന്നതോടുകൂടി ആ ഒരു ധർമ്മകാരകനായ ശനിയാണ് ഈ 9ാം ഭാവത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വേണ്ടതിനെ വേണ്ട കാലത്ത് വേണ്ടതുപോലെ പൂർത്തിയാക്കാൻ സാധിക്കുന്ന കൂട്ടറാണിപ്പോൾ കർക്കിടകൂറുകാർ. അതോടൊപ്പം തന്നെ ദാമ്പത്യ പ്രണയ ജീവിതം, പുതിയ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നവരൊക്കെയുള്ള അനുകൂല സ്ഥിതിയാണ്. അതോടൊപ്പം തന്നെ വാഹനാദി വിഷയങ്ങൾക്ക് ക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ അത് തീരുന്നതും വാഹന ലഭ്യതയ്ക്കുള്ളതും, ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള അനുകൂല സ്ഥിതി, അതായത് വീട് വാങ്ങുക, ഭവനം കിട്ടുന്നതിനൊക്കെയുള്ള ഒരു അനുകൂല സ്ഥിതിയാണ്. അത്തരത്തിൽ ധാരാളം ജീവിതത്തിൽ ഉയർച്ചകളാണ് ഈ ഒരു കർക്കിടകൂറുകാർക്ക്. അപ്രതീക്ഷിതമായി ധനഭാഗ്യം എന്നുള്ളതിൽ ബമ്പർ സമ്മാനം പോലുള്ളതൊക്കെ ഇല്ലേ, ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിന് നല്ലതാണ്, അർഹരാവുന്നതാണ് ഈ ഒരു കർക്കിടകൂറുകാരെ സംബന്ധിച്ച്. അത്തരത്തിൽ ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തുന്നതും ശിവസഹസ്രനാമം പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, ഇതൊക്കെ വളരെയധികം നല്ലതാണ്. ഈ ഒരു വാരത്തിൽ കർക്കിടകൂറുകാർക്ക് ചേർത്ത് വെക്കാൻ സാധിക്കണം. അതോടൊപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്, ചിങ്ങക്കൂറുകാർക്ക് 12ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ്. ബുധനും ആദിത്യനും സ്വക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കേതുവും കൂടി സ്ഥിതി ചെയ്യുകയാണ്. അത്തരത്തിൽ ഈ ഒരു ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കുറേ നാളുകളായിട്ടുള്ള ക്ലേശങ്ങൾ, ആ ഒരു ആത്മധൈര്യം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം തന്നെ ഒരു നല്ലൊരു സമാധാനത്തോടു കൂടി ദൃഢനിശ്ചയം എല്ലാ മേഖലയിലും അവർക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഒന്നാമതായിട്ട് ചിങ്ങക്കൂറുകാരുടെ ഒരു ആലസ്യം വിട്ടുമാറുന്നതും അതോടൊപ്പം തന്നെ അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു ധൈര്യം കിട്ടുന്നതുമായ ഒരു വാരമായിട്ട് ഈ ഒരു മാസം തന്നെ നമുക്കതിൽ കൂട്ടാവുന്നതാണ്. അത്തരത്തിൽ ഈ അഷ്ടമത്തിലുള്ള ശനിയുടെ കാഠിന്യം കുറഞ്ഞു വരുന്നതും പല പ്രവൃത്തികളിലും സാവധാനം എന്നുള്ളതിൽ നിന്ന് മാറ്റി കുറച്ചുകൂടി ഉത്സാഹത്തോടു കൂടി നീങ്ങുന്ന ആൾക്കാരായിട്ട് മാറും ചിങ്ങക്കൂറുകാർ. വിവാഹ ദാമ്പത്യ ക്ലേശങ്ങൾ വിട്ടുമാറും. അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ള ഒരു ഉത്സാഹം നിങ്ങൾക്ക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നവരുടെ അനവധി ആൾക്കാരുടെ അനുകൂല സ്ഥിതി കാണാൻ സാധിക്കും. പിന്നെ പ്രണയ ജീവിതത്തിലുള്ള ക്ലേശങ്ങളുമായി പോകുന്നവർ വളരെയധികം മാറ്റം വരുന്ന ഒരു വാരമാണ്. അനവധി ആൾക്കാർക്ക് പ്രണയ ജീവിതത്തിൽ ക്ലേശങ്ങളുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള ചിങ്ങക്കൂറുകാർക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റമാണ്. അതോടൊപ്പം തന്നെ മക്കളെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ചൊക്കെ, സന്താനങ്ങളെ സംബന്ധിച്ച് അനുകൂല സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ സത്സന്താന ഭാഗ്യം ഉണ്ടാവുന്നതിനും ഉള്ള കുട്ടികളെ സംബന്ധിച്ച് അനുകൂല സ്ഥിതി, ഈശ്വര എന്ന ഭാവത്തിൽ ഒരു സന്തോഷം അച്ഛനമ്മമാർക്ക് ഉണ്ടാകുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ വിദേശ യാത്രകളും വിദേശത്ത് ജോലി ചെയ്യുന്നവരെ ആ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ വിദേശ സഞ്ചാര വിഷയങ്ങളുമായി കുറേ നാളുകളായി ക്ലേശം നിന്നവർക്ക് അപ്രതീക്ഷിതമായി ആരുടെയെങ്കിലും സഹായത്തിലൂടെ ക്ലേശങ്ങൾ വിട്ടുമാറുന്ന ഒരു അനുകൂല സ്ഥിതി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥനയുടെ ഫലം പോലെ തന്നെ കർമ്മമേഖലയിൽ ഉയർച്ചയും പുതിയ തൊഴിൽ അവസരത്തിനും സാധ്യത കൂടിയിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു ചിങ്ങക്കൂറുകാർ. പരിശ്രമത്തിനനുസരിച്ച് വിജയം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തുന്നതും അതോടൊപ്പം തന്നെ ലക്ഷ്മി യന്ത്രം നടത്തുന്നതും അത് ധരിക്കുന്നതും
ലക്ഷ്മി കവചം, അതായത് ആ യന്ത്രം ധരിക്കുക, എന്നിട്ട് അതോടൊപ്പം തന്നെ മന്ത്രങ്ങളും ജപിക്കുക. അത് വളരെയധികം മാനസിക ഊർജ്ജം നിങ്ങളിലേക്ക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ശനി കവചവും ഇപ്രകാരത്തിലുള്ളതാണ്. അതൊക്കെ ചേർത്ത് വെക്കുന്നത് വളരെയധികം നല്ലതാണ്. ചിങ്ങക്കൂറുകാരുടേതാണിത്. അതോടൊപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു ഓണാശംസകൾ. ഉത്രം, അത്തം, ചിത്ര നക്ഷത്രങ്ങൾ അടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 11ാം ഭാവത്തിൽ വ്യാഴം വളരെ അനുകൂല സ്ഥിതിയാണ്. 12ാം ഭാവത്തിലാകട്ടെ ആദിത്യനും ബുധനും കേതുവും സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. 6ാം ഭാവത്തിലുള്ള ഈ രാഹുവിൻ്റെ സ്ഥിതി അനാരോഗ്യം നിങ്ങൾ ക്ഷണിച്ചു വരുത്താം. അശ്രദ്ധ കൊണ്ടുള്ള അനാരോഗ്യങ്ങൾ ഉണ്ടായേക്കാം, ആരോഗ്യ ക്ലേശങ്ങൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. എങ്കിൽ തന്നെയും ഈശ്വരാധീനം വളരെയധികം കാണുന്ന ഒരു വാരമാണ്. ഈ 11ാം ഭാവത്തിൽ സർവാഭിഷ്ടകാരകനായിട്ട് വ്യാഴം അനുകൂല സ്ഥിതിയാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് എന്നുള്ളത് കൊണ്ട് മാനസികമായി വളരെയധികം ഉന്മേഷവാന്മാരായിരിക്കും. എങ്കിൽ തന്നെയും അകാരണമായ ഭയം ഈ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. അകാരണമായ വിഷയങ്ങളിൽ അശ്രദ്ധ കൊണ്ടും മറ്റുള്ള കാരണങ്ങളെ കൊണ്ടും നിങ്ങൾക്ക് ഭയപ്പെട്ടു പോകാനുള്ള കാലഘട്ടമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ വിദേശ യാത്രകളും വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂല സ്ഥിതിയാണ്. അതോടൊപ്പം ജോലി അന്വേഷിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള ഒരു കാലഘട്ടവുമാണ് കന്നിക്കൂറുകാർ. പല ആൾക്കാരും വിളിച്ചിട്ടുണ്ട് ജോലി അന്വേഷിക്കുന്നവർ. അത്തരത്തിലുള്ളവർക്ക് അനുകൂല സ്ഥിതി വരുന്ന ഒരു വാരമാണ്. അതോടൊപ്പം വിവാഹ ദാമ്പത്യ ജീവിതത്തിലും ക്ലേശങ്ങൾ വിട്ടുമാറുന്ന വാരം തന്നെയാണ് ഇപ്പോഴും. കാരണം ഈ 7ാം ഭാവത്തിൽ ശനിയുടെ വക്രസഞ്ചാരം എന്നുള്ളത് ദാമ്പത്യ പ്രണയ ജീവിതത്തിലെ ക്ലേശങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാവും, കുറവുണ്ടാവും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. നീചഭംഗ രാജയോഗം നടക്കുന്ന ഈ ഒരു രാശിയിൽ പ്രത്യേകിച്ച് ഈ 11ാം ഭാവത്തിൽ നിന്നും ബുധൻ 12ാം ഭാവത്തിലേക്ക് വന്നെങ്കിലും വളരെയധികം അനുകൂല സ്ഥിതിയാണ് ഈ ഒരു നീചഭംഗ രാജയോഗത്തിന്റെ ഗുണം. പ്രത്യേകിച്ച് ഏതാണ്ട് ഒരു വർഷത്തോളമാണ് അത്തരത്തിൽ ആ ഫലം നീണ്ടു നിൽക്കുക എന്ന് പറയും. അതുകൊണ്ട് തന്നെ വളരെയധികം സാമ്പത്തിക പുരോഗതിയുള്ള ഒരു കാലഘട്ടവും കൂടിയാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. ദാമ്പത്യ ക്ലേശങ്ങൾ വിട്ടുമാറും പറഞ്ഞു. അതോടൊപ്പം ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. ഇപ്പോഴും ക്ലേശങ്ങളുള്ളവരെ സംബന്ധിച്ചിട്ടാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാരമാണ്. അശ്രദ്ധയും മറ്റും ഉണ്ടാവാനുള്ള ഒരു കാലഘട്ടമാണ്. പല കാര്യങ്ങളും പിന്നേക്കായിക്കൊണ്ട് മാറ്റിവെക്കാനുള്ള സാധ്യത കൂടുതലാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. അത്തരത്തിൽ കന്നിക്കൂറുകാർക്ക് പൊതുവെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലഘട്ടമാണ്. അനാരോഗ്യസ്ഥിതി ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അനാരോഗ്യസ്ഥിതി വിട്ടുമാറും. അതോടൊപ്പം തന്നെ ബന്ധുമിത്രാദികളുടെ ഒരു അനുകൂല സ്ഥിതി നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് സഹോദര സൗഹൃദ ബന്ധങ്ങളിൽ നിന്നും സഹായങ്ങളും മറ്റും കിട്ടാനുള്ള ഒരു കാലഘട്ടവും കൂടിയാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തുക, അതോടൊപ്പം തന്നെ അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക, ശനികവചം എന്നുള്ള മഹായന്ത്രത്തെ ധരിക്കുക, ഒട്ടുമിക്ക ക്ലേശങ്ങളും തീരാൻ ഇപ്പോൾ കന്നിക്കൂറുകാർക്ക് ഏറ്റവും നല്ലത് അതാണ്. അത്തരത്തിൽ ചേർത്ത് വെക്കുന്നതും വിഷ്ണു സഹസ്രനാമാദികൾ ജപിക്കുന്നതും വളരെയധികം ഈശ്വരാധീനത്തിൽ നിങ്ങൾക്ക് ചേർന്ന് കൊണ്ടുപോകാൻ സാധിക്കും. ഈ ഒരു വാരം വളരെ ഐശ്വര്യപൂർണമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. തുലാവക്കൂറുകാരെ സംബന്ധിച്ച് തുലാവക്കൂറുകാരുടെ 10ാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. വളരെയധികം ഈശ്വരാധീനമുള്ള ഒരു കാലഘട്ടമാണ് നമുക്കറിയാം. 6ാം ഭാവത്തിൽ ശനിയും 5ാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്നുണ്ട് ഈ ഒരു തുലാവക്കൂറുകാർക്ക്. എങ്കിൽ തന്നെയും ഈ 11ാം ഭാവത്തിലുള്ള ആദിത്യൻ്റെയും ബുധൻ്റെയും കേതുവിൻ്റെയും ഈ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ഈശ്വരാധീനത്തെയാണ് അവർക്ക് സൂചിപ്പിക്കുന്നത്. പൂർവികമായ ഒരു സുഹൃതം ഉള്ള ഒരു കാലഘട്ടമാണ്. അനുകൂല സ്ഥിതി എല്ലാത്തിലും യോഗങ്ങൾ, ജീവിതത്തിൽ ജാതകത്തിലൊക്കെ യോഗങ്ങൾ നിങ്ങൾ എഴുതി കണ്ടതൊക്കെ അനുകൂലത്തിൽ അനുഭവത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണ് തുലാവക്കൂറുകാരെ സംബന്ധിച്ച്. ധാരാളം സമ്പത്ത് വന്നു ചേരും. കലാ വിഷയങ്ങളിലൊക്കെ നൈപുണ്യം നേടുന്ന ആൾക്കാരാണ്. അതോടൊപ്പം തന്നെ സാംസ്കാരിക മേഖലയിലും പഠന വിഷയങ്ങളിലൊക്കെ ഉന്നതി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു വാരമാണ് ഈ തുലാവക്കൂറുകാർക്ക്. വിദേശത്ത് യാത്ര അന്വേഷിക്കുന്നവരും ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ വളരെയധികം അനുകൂലമാണ്. പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠനം കഴിഞ്ഞിട്ടുള്ളവരും ജോലി അന്വേഷിക്കുന്നവർക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വളരെയധികം അനുകൂലപ്പെട്ട കാലമാണ്. ദാമ്പത്യ പ്രണയ ജീവിതത്തിലെ ക്ലേശങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷം വിട്ടുമാറി അനുകൂല സ്ഥിതി വരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു തുലാവക്കൂറുകാരെ സംബന്ധിച്ച്. വാഹനാദി ലഭ്യതയും വാഹനാദി ക്ലേശങ്ങളും ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിലെ ക്ലേശങ്ങൾ, ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള
ക്രയവിക്രയങ്ങളിലെ ക്ലേശങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം ഈ ഒരു ദ്രാവക്കൂറുകാരെ സംബന്ധിച്ച്. സാമ്പത്തിക പുരോഗതി ഉണ്ടാവുന്നതും ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ അനുകൂലങ്ങൾ ഉണ്ടാവാനും ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതും ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. ചൊവ്വാഴ്ച ദിവസം ഭഗവതിക്ക് പുഷ്പാഞ്ജലി നടത്തുക, ഭദ്രകാളിക്ക് അർച്ചന നടത്തുക എന്നുള്ളതൊക്കെ വളരെയധികം ഈശ്വരാധീനത്തെ കൊണ്ടെത്തിക്കും. തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് ഇതൊക്കെ ചേർത്ത് വെക്കാൻ സാധിക്കണം. അത്തരത്തിൽ ഈ ഒരു വാരത്തിൽ ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഒരു ഓണാശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വൃശ്ചികക്കൂറുകാർ അഷ്ടമത്തിൽ ചൊവ്വ സഞ്ചരിക്കുകയും 9ാം ഭാവത്തിൽ വ്യാഴവും 10ാം ഭാവത്തിൽ ആദിത്യനും ബുധനും കേതുവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വൃശ്ചികക്കൂറുകാർ ധാരാളം കരുതലോടുകൂടി നീങ്ങേണ്ടുന്ന ഒരു വാരമാണ്. ഏതാണ്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് കുറച്ച് ക്ലേശങ്ങളുള്ള ആൾക്കാരാണ് വൃശ്ചികക്കൂറുകാർ. കുറേ വർഷത്തിന് ശേഷം ബുദ്ധിമുട്ടുകൾ മാറി വന്നതായിരുന്നു. വീണ്ടും ചെറിയ ചെറിയ ക്ലേശങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. സാമ്പത്തികമായ ഒരു ക്ലേശം വിട്ടുമാറുന്ന ഒരു വാരമാണ്. പ്രത്യേകിച്ച് അകാരണമായി തടഞ്ഞു വെച്ച സമ്പത്താവട്ടെ, അല്ലെങ്കിൽ അകാരണമായി നമ്മൾക്ക് കിട്ടാത്തതായ ധനം, നമ്മൾക്ക് അർഹതപ്പെട്ടതായിട്ട് പോലും കിട്ടാതിരുന്നതായ ധനസംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളൊക്കെ അവനവനിലേക്ക് എത്തുന്ന ഒരു വാരമാണ്. പ്രത്യേകിച്ച് ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലുള്ള ഈ ചൊവ്വ എന്നുള്ളത് പലതരത്തിലുള്ള ഭീഷണികളും അവരുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടും കർമ്മമേഖലയിലുള്ള പലതരത്തിലുള്ള ക്ലേശങ്ങൾ അവരെ നന്നേ അലട്ടിയിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ചകൾക്കുള്ളിലായിട്ട് തന്നെ അത്തരത്തിലുള്ള ക്ലേശങ്ങൾ, പ്രത്യേകിച്ച് ഭൂമി ഇടപാടുകളാവട്ടെ, ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഈ രേഖാപരമായ ക്ലേശങ്ങളാവട്ടെ, സ്ഥല സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങൾ, ഭവന നിർമ്മാണ പദ്ധതികൾക്കുള്ള കാലതാമസം, ഇങ്ങനെ അനവധി ആൾക്കാർ ഈ കഴിഞ്ഞ 1-2 ആഴ്ചകളിൽ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ആൾക്കാരുടെ കാര്യത്തിൽ വളരെയധികം മാറ്റം വരുന്നതാണ് ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം വിവാഹ ദാമ്പത്യ പ്രണയക്ലേശങ്ങൾ വിട്ടുമാറും. സാമ്പത്തികമായി വമ്പിച്ചതായ പുരോഗതി ഈ ഒരു വാര അന്ത്യത്തോടുകൂടി, അതായത് ഓണത്തോടുകൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക ലാഭത്തോടൊപ്പം വാഹനാദി ലാഭം, സ്വർണലാഭം, വസ്ത്രലാഭമൊക്കെ നിങ്ങൾക്കുള്ള ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ വൃശ്ചികക്കൂറുകാർക്ക് ഇനി ഒരു അനുകൂല സ്ഥിതിയാണ് വരാൻ വേണ്ടി പോകുന്നത്. എങ്കിൽ തന്നെയും ആരോഗ്യസ്ഥിതി ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ്. അകാരണമായ അസുഖങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാവുന്നതാണ്. പ്രത്യേകിച്ച് സന്ധിവേദനകൾ, ശിരോരോഗം, ശ്വാസ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ് ഈ ഒരു വൃശ്ചികക്കൂറുകാർ. അതോടൊപ്പം തന്നെ ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തുന്നതും ഭഗവതിക്ക് പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെയധികം നല്ലതാണ്. അതോടൊപ്പം ലക്ഷ്മി യന്ത്രം ധരിക്കുക സാമ്പത്തികമായ പുരോഗതിക്ക് വളരെയധികം നല്ലതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ ഈ ഒരു വൃശ്ചികക്കൂറുകാർക്ക്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു ഓണവും ആശംസിക്കുന്നു. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ വ്യാഴവും 7ാം ഭാവത്തിൽ ചൊവ്വയും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ 5ാം ഭാവനാഥനായ ചൊവ്വ ഈ 7ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുക എന്നുള്ളത് ഒരു കണക്കിന് വളരെയധികം അനുകൂല സ്ഥിതിയാണ്. എങ്കിൽ തന്നെയും അഷ്ടമത്തിലുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി ഒന്ന് കരുതി നീങ്ങേണ്ടതാണ്. ഈശ്വരാധീനം നല്ലതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പണിപ്പെട്ട് പരിശ്രമിക്കേണ്ടതാണ് ഈ ഒരു വാരം ഈ ഒരു ധനുക്കൂറുകാർ. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതോടൊപ്പം തന്നെ മാനസികമായ ക്ലേശങ്ങൾ, അകാരണമായുള്ള വിഷമങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു വാരത്തിൽ. പ്രത്യേകിച്ച് വിവാഹ ദാമ്പത്യ ജീവിതത്തിലുള്ളവരാണോ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അകാരണമായിട്ടുള്ള തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദൂരസഞ്ചാരം വേണ്ടി വന്നേക്കാം. തീർത്ഥാടനങ്ങൾക്കുള്ള യോഗമുള്ള ഒരു വാരമാണ്. അതോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായ ധനഭാഗ്യം, സാമ്പത്തികമായ പുരോഗതി ഒക്കെ ഈ ധനുക്കൂറുകാർക്ക് ഉള്ളതാണ്. എങ്കിൽ തന്നെയും ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് 9ാം ഭാവത്തിലുള്ള ആദിത്യൻ പൂർവീകമായ സ്വത്തുവകകൾ കിട്ടുന്നതിനും പുണ്യപുരാതനങ്ങൾ, പല തരത്തിലുള്ള പുണ്യപുരാതന ക്ഷേത്രങ്ങൾ സഞ്ചരിക്കാനൊക്കെയുള്ള ഒരു മഹാഭാഗ്യമുള്ള ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ സുഹൃതങ്ങൾ വളരെയധികം അനുഭവിക്കുന്ന വാരമാണ്. അതുകൊണ്ട് തന്നെ സത്സന്താന ഭാഗ്യം ഉണ്ടാവുന്നതും, അതോടൊപ്പം തന്നെ ഭവന ലാഭവും വാഹന ലാഭവും ഭൂമി ലാഭവും ഒക്കെയുള്ള ഒരു വാരമാണ് ഈ ഒരു ധനുക്കൂറുകാരെ സംബന്ധിച്ച്. എങ്കിൽ തന്നെ അനാരോഗ്യസ്ഥിതി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. രക്തത സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ പാദരോഗം, ശിരോരോഗം ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു
ധനുക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പല കാര്യങ്ങളിലും ഭാവിയിലേക്ക് വേണ്ടുന്ന ഗുണപ്പെടുന്ന കാര്യങ്ങൾ പലതും മാറ്റിവെച്ച് നിൽക്കുന്നതായിട്ടുള്ള ധനുക്കൂറുകാർക്ക് ശനിക്ഷേത്ര ദർശനവും നീരാഞ്ജനവും വളരെയധികം ഉന്മേഷത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടും ഓർമ്മയോടും കൂടി പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലൊക്കെ ഒരു അനുകൂല സ്ഥിതി വരും. അതോടൊപ്പം തന്നെ ഭഗവതിക്ക് പുഷ്പാഞ്ജലി നടത്തുന്നതും ഈ ഒരു വാരത്തിൽ വളരെയധികം നല്ലതാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ച്. പ്രണയ ദാമ്പത്യ ക്ലേശങ്ങൾ വിട്ടുമാറാൻ ഉമാമഹേശ്വര പൂജ ചെയ്യുന്നത് നല്ലതാണ്. ഈ ഒരു വാരത്തിൽ അത്തരത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ ഓരോരുത്തർക്കും എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഉത്രാടം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച്, മകരക്കൂറിൽപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ രാശിനാഥൻ 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വ്യാഴം 7-ാം ഭാവത്തിലുണ്ട് എന്നുള്ളത് വളരെയധികം ഈശ്വരാധീനാണ്. നിങ്ങൾക്കറിയാം, 7-ാം ഭാവത്തിലെ വ്യാഴം എന്നുള്ളത് സർവേശ്വരാണാം വിഷണയസ്തു നിത്യം സാന്നിധ്യമസ്മാത് വിഷയോനുകൂല. സകല വിഷയങ്ങളിലും, അതായത് ഈ ഒരു ഈശ്വരാധീനത്തിനെ ചിന്തിച്ചു നീങ്ങുന്നവരെ സംബന്ധിച്ച് എല്ലാത്തിലും ഒരു പ്രേരണയോടുകൂടി ദൈവികമായ ഒരു നിയോഗം നിങ്ങളിൽ ഉണ്ടാവും എന്നാണ് ആ ശ്ലോകം നമ്മെ സൂചിപ്പിക്കുക. അത്തരത്തിൽ ഈ വ്യാഴം 7-ാം ഭാവത്തിൽ നിന്ന് പൂർണ്ണ ദൃഷ്ടി ചെയ്യുകയാണ് ഈ മകരക്കൂറുകാരെ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്കൊരു ശ്രദ്ധയുണ്ടാവുന്നതും സാമ്പത്തിക പുരോഗതി, കുടുംബജീവിതത്തിൽ ഒരു ഗൗരവം ഉണ്ടാവുന്നതും കർമ്മമേഖലയിൽ ഒരു ഉത്തരവാദിത്വം കൂടുന്നതൊക്കെ ആയിട്ടുള്ള നാളുകൾ നിങ്ങൾക്ക് കാണാം. ശിരോസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ വിട്ടുമാറും. അതോടൊപ്പം തന്നെ ദീർഘനാളുകളായി ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന പല അസുഖങ്ങളും വിട്ടുമാറുന്ന ഒരു വാരം അഥവാ ഒരു മാസമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. മകരക്കൂറുകാരെ സംബന്ധിച്ച് സന്താനങ്ങളെ കൊണ്ടുള്ള ക്ലേശങ്ങൾക്ക് ഒരു പരിധിവരെ വിഷമം വിട്ടുമാറുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷം വരുന്ന ഒരു വാരവും കൂടിയായിട്ട് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ വാഹനാദി ഭൂമി ലാഭം ഉണ്ടാകും, വസ്ത്രലാഭങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വാരമാണിത്. അതോടൊപ്പം തന്നെ കുറേ വർഷങ്ങളായിട്ടുണ്ടാവുന്ന പലതരത്തിലുള്ള ക്ലേശങ്ങൾ, പ്രത്യേകിച്ച് ഈ നിയമപരമായി കേസ് വകകളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ മകരക്കൂറുകാർ അതിൽ നിന്നും മോചിതരാകുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. അതോടൊപ്പം വിവാഹം അന്വേഷിക്കുന്നവർക്കും ദാമ്പത്യ ജീവിതത്തിലുള്ളവർക്കും അനുകൂല സ്ഥിതി തന്നെയാണ് ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി. വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അതോടൊപ്പം 3-ാം ഭാവത്തിലെ ശനിയുടെ അനുകൂല സ്ഥിതി കൊണ്ടുവരാൻ വേണ്ടി ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. മകരക്കൂറുകാർക്ക് ചേർത്ത് വെക്കാൻ സാധിക്കണം. അതോടൊപ്പം എല്ലാവർക്കും പെരിഗമന മന്ത്രശാലയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അവിട്ടം, ചതയം, പൂരുട്ടാതി നക്ഷത്രങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കുംഭക്കൂറിൽ 6-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയും 5-ാം ഭാവത്തിൽ ചൊവ്വയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു ഷഷ്ടരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം എന്നുള്ളത് എല്ലാ കാര്യത്തിലും അവർ കഷ്ടതകളെ അന്വേഷിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ അകാരണമായും അശ്രദ്ധമായ ശ്രദ്ധക്കുറവുകൾ അവർക്ക് ഉണ്ടാവാം. എല്ലാ കാര്യത്തിലും ഒരു ദൈവാധീനം, അഹോബലം ദൈവബലം എന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിലും ഒരു ബലക്കുറവ് അവർക്ക് ഫീൽ ചെയ്യാം. എല്ലാത്തിലും ഒരു തളർച്ചയുണ്ടാവാം. പല കാര്യങ്ങളിലും ഈശ്വരാധീനത്തിന്റെ കുറവാണ് അതിന് കാരണം എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക ക്ലേശങ്ങൾ വിട്ടുമാറും. കുറേ നാളുകളായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ വഴി, പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് ഈ ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ളതും ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകൾ പൂർണ്ണമായി ഇല്ലാണ്ടാവുന്ന, ക്ലേശങ്ങൾ ഇല്ലാണ്ടാവുന്ന ഒരു വാരം തന്നെയാണിത് ഈ ഒരു കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. അങ്ങനെയെങ്കിൽ കുംഭക്കൂറുകാരുടെ ദാമ്പത്യ പ്രണയ ജീവിതത്തിലെ ക്ലേശങ്ങൾ വിട്ടുമാറുന്നതും ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്ന അനവധി ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നതോടൊപ്പം പ്രണയിതാക്കളെ സംബന്ധിച്ചും അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. വിവാഹ ജീവിതത്തിൽ കടക്കുന്നവരെ സംബന്ധിച്ചും വളരെ അനുകൂല സ്ഥിതിയാണ് ഈ ഒരു വാരത്തിൽ. പ്രത്യേകിച്ച് ഈ ബുധൻ 7-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണാം. 5-ാം ഭാവാധിപനാണ് ഈ 7-ാം ഭാവത്തിൽ എന്നുള്ളത് ചാരവശാലുള്ള ഫലം വളരെ നല്ലതാണ്. നോക്കിപ്പം വിവാഹം കഴിച്ചു കഴിഞ്ഞ അനവധി വർഷങ്ങൾ ഉണ്ടാവുമെങ്കിലും ആ നടക്കുന്ന കാലഘട്ടം എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ടിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു ചേർന്ന ഒരു കാലഘട്ടമാണ് ഈ കുംഭക്കൂറുകാർക്ക്. അതോടൊപ്പം സഹോദര സൗഹൃദ ബന്ധങ്ങളിലെ ക്ലേശങ്ങൾ വിട്ടുമാറും. സൗഹൃദങ്ങളിൽ നിന്നും അനവധി സഹായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. പലതരത്തിലുള്ള സൗഹൃദങ്ങൾ കർമ്മമേഖലയിലാവട്ടെ അല്ലാതെ തന്നെ സുഹൃത്ത് ബന്ധങ്ങൾ വഴി അനുകൂല സ്ഥിതി ഉണ്ടാവുന്ന ഒരു വാരവും കൂടിയാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. ശനി കവചം എന്നുള്ള മഹാമന്ത്രം, അനവധി ആൾക്കാർ ആ മന്ത്രം പഠിക്കുകയും
അനവധി ആൾക്കാർ ഇവിടുന്ന് തന്നെ യന്ത്രം എഴുതി ധരിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ശനികവചം എന്നുള്ള യന്ത്രം ധരിക്കുന്നത് വളരെയധികം നല്ലതാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ചെറിയ ചെറിയ ക്ലേശങ്ങൾ വിട്ടുമാറി അവർക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ ഉന്മേഷവും ഉയർച്ചയും ഉണ്ടാവുന്നതും, ഉപരിപഠനങ്ങൾക്കും മറ്റുമായി അവർക്ക് വിദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. കുട്ടികളെ സംബന്ധിച്ച്, പഠിച്ചിട്ടുള്ളവരെ സംബന്ധിച്ച് അത്തരത്തിൽ പഠന വിഷയങ്ങളിൽ വളരെ അനുകൂല സ്ഥിതിയും കൂടിയാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. ശനിക്ഷേത്ര ദർശനം, നീരാഞ്ജനം ഒക്കെ ചെയ്യുന്നതും, അതോടൊപ്പം വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും മുടങ്ങാതെ സാധിക്കുന്നുണ്ടെങ്കിൽ അത്രയധികം ഈശ്വരാധീനം നിങ്ങളിലേക്ക് വന്നു ചേരും. ഓം നമോ ഭഗവതേ വാസുദേവായ ഈ ഒരു മഹാമന്ത്രത്തെ ജപിക്കുക. ഇതൊക്കെ തന്നെ ധാരാളം മതി ഈ ഒരു വാരത്തിൽ അനുകൂല സ്ഥിതി കൊണ്ടുവരാൻ ഈ ഒരു കുംഭക്കൂറുകാർക്ക്. പെരിഗമന മന്ത്രശാലയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പോരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് മീനക്കൂറുകാർക്ക് 4-ാം ഭാവത്തിൽ ചൊവ്വയും 5-ാം ഭാവത്തിൽ വ്യാഴവും സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ജന്മരാശിയിൽ ശനിയും സ്ഥിതിയാണ്. ഈ 6-ാം ഭാവത്തിലുള്ള ആദിത്യനും ബുധനും കേതും എന്നുള്ളതാണ് ലേശം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു വാരത്തിൽ അനാരോഗ്യ സ്ഥിതി നിങ്ങൾക്ക് ഉണ്ടാവാം. അശ്രദ്ധ കൊണ്ടുള്ള വീഴ്ചകളാവട്ടെ, അതോടൊപ്പം തന്നെ ദൃഷ്ടിദോഷങ്ങൾ പെട്ടിട്ട് അതോടൊപ്പം തന്നെ പെട്ടെന്ന് അസുഖങ്ങൾ വരിക, തലവേദനയാവട്ടെ, ശരീരം തളരുക, അത്തരത്തിലുള്ള അകാരണമായ അസുഖങ്ങൾ പല ആൾക്കാരും പറയാറുണ്ട്. അത്തരത്തിലൊരു ക്ഷീണം വരുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ അനുകൂല സ്ഥിതിയാണ്. ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക ക്ലേശങ്ങൾ വിട്ടുമാറും. കുറേ വർഷങ്ങളായിട്ടുള്ള ഭൂമി ഇടപാടുകളിലും ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിൽ, ഇപ്പോൾ വീട് വിൽക്കാൻ വെച്ചിട്ടുള്ളവർക്കൊക്കെ അത് വിറ്റ് കിട്ടുന്ന ഒരു വാരമാണ്. അതോടൊപ്പം തന്നെ ഭൂമി വിൽക്കാൻ വെച്ചവർക്കും വാങ്ങാനിരിക്കുന്നവർക്കൊക്കെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഈ ചൊവ്വയുടെ ഈ 4-ാമത്തെ രാശിയിലെ സ്ഥിതി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത്തരത്തിൽ അതിൽ നിന്നൊക്കെ സമ്പത്ത് ധാരാളം വന്നു ചേരുന്നതും, അനാരോഗ്യസ്ഥിതി കുറേ നാളുകളായി മധ്യവയസ്സിന് മുകളിലുള്ള മീനക്കൂറുകാരുടെ അനാരോഗ്യസ്ഥിതി വിട്ടുമാറും. കുറേ നാളുകളായിട്ടുള്ള അസുഖങ്ങൾ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമാണ്. കുട്ടികളെ സംബന്ധിച്ച് വളരെ അനുകൂല സ്ഥിതിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് വിദേശ യാത്രകൾക്കും മറ്റുള്ള വിഷയങ്ങളിലൊക്കെ അനുകൂല സ്ഥിതിയാണ്. ഉപരിപഠനാദി വിഷയങ്ങൾക്കൊക്കെ ഒരു പരിധിവരെയുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ ഈശ്വരാധീനത്തോടു കൂടി നീങ്ങാൻ സാധിക്കുന്നതാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം കർമ്മ മേഖലയിൽ അകാരണമായ ശത്രുക്കൾ വിട്ടുമാറും. അതോടൊപ്പം തന്നെ അകാരണമായ ക്ലേശങ്ങൾ വിട്ടുമാറും. പല ആൾക്കാരും തമ്മിലുള്ള പരസ്പരം ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ വിട്ടുമാറി കർമ്മമേഖല സ്രോതസ് വളരെയധികം ഉത്സാഹത്തോടുകൂടി വർധനയോടുകൂടി ഉണ്ടാവുന്നതാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അതോടൊപ്പം തന്നെ വിവാഹ ദാമ്പത്യ പ്രണയ ക്ലേശങ്ങളുള്ളവർക്ക് അതിൽ നിന്ന് വലിയൊരു മാറ്റമാണ്. പ്രത്യേകിച്ച് ഈ 7-ാം ഭാവത്തിലെ ശുക്രൻ എന്നുള്ളത് ഈ മംഗളകാരകനും കൂടിയാണ്, അല്ലെ, വിവാഹകാരകനും കൂടിയായ ഈ ഒരു ശുക്രന്റെ സ്ഥിതി വളരെയധികം അനുകൂലമാണ്. നീചസ്ഥിതിയാണെങ്കിലും ആ ഭംഗരാജയോഗം എന്നുള്ളത് നീചത്തിന് ഭംഗം വന്നിട്ടുള്ള ഒരു രാജയോഗം ആയതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു വർഷകാലത്തോളം ഈശ്വരാധീനുള്ളവർക്ക് ആ ഗുണം ചേർന്ന് നിൽക്കും എന്നുള്ളതിൽ തർക്കില്ല. മീനക്കൂറുകാർ ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. അത്തരത്തിൽ ഈ ഒരു വാരത്തിൽ ഈശ്വരാധീനം നിങ്ങളിലേക്ക് ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരിഗമന മന്ത്രശാലയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.